ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ത്രില്ലർ ഡ്രാമ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. പക്ഷേ അതിൽ നിങ്ങളുടെ ശരീരത്ത് മാരകമായിട്ടുള്ള മരുന്ന് കുത്തിവെക്കുകയോ കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും തരുമോ, ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. പകരം ഒരു 2 ആഴ്ച നിങ്ങളെ ഒരു റൂമിനകത്ത് പൂട്ടിയിടും. അതേപോലെ തന്നെ ഒരു ദിവസം 1,00,000 രൂപ വെച്ച് ശമ്പളവും തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റിന് തയ്യാറാവൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയിലും ഇതേ അവസ്ഥ തന്നെയാണ്. 26 പേരെ ഒരു റൂമിനകത്ത് പൂട്ടിയിടുന്നു. ഒരു ദിവസം അവർക്ക് 1,00,000 രൂപ ശമ്പളം കൊടുത്തുകൊണ്ട്. അങ്ങനെ എന്താണ് അവർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്, അതിനുശേഷം സംഭവിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് ഒട്ടും മിസ് ചെയ്യാതെ ഈ ഒരു മൂവി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ട്രാവിസിനെയാണ് കാണിക്കുന്നത്. ട്രാവിസ് ഈ വയസ്സായിട്ടുള്ള ആളുകളെല്ലാം നോക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൽ ജോലിക്ക് നിൽക്കാണ്. അവന്റെ ജീവിതമാണെങ്കിൽ ഈ ഒരു രീതിയിൽ സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ ലൈഫായാലും നല്ല സന്തോഷത്തോടെ തന്നെ പോകുന്ന സമയത്താണ് അവന്റെ മാനേജറെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഇവിടെ ചിലവുകളെല്ലാം ഇപ്പോൾ കുറച്ച് കൂടി പോവാണ്, അതുകൊണ്ട് നമ്മൾ ജോലിയിൽ നിന്ന് കുറച്ച് പേരെ പിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരാൾ നീയാണെന്ന് ഇങ്ങനെ പറയുന്നതും ഇപ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല, ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുകയാണ്. കാരണം അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ആന്റി വാർ പ്രൊട്ടസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോ നടന്നു പോകുമ്പോൾ അവന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തിനെ ഇങ്ങനെ കാണും. അപ്പോൾ ആ സുഹൃത്ത് വയ്ക്കും, ഏയ് നീ ഇപ്പോൾ ഇവിടെ വന്നു, കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യും പണത്തിന് വേണ്ടിയിട്ട്, പക്ഷെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നീ മാത്രം വേറെ എന്തെങ്കിലും ചെയ്യണോ, നീ ഇതിലല്ലേ പങ്കെടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു സമരം എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും എന്തായാലും അതിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ ഇവർ രണ്ടുപേരും അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാണിക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഈ പ്രൊട്ടസ്റ്റിൽ വന്ന ഒരുത്തനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണെങ്കിൽ എല്ലാവരും കാണുന്ന സമയത്താണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ബേ അവളെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് വെച്ചിട്ട് അവളെ കാണുന്നതും ഹീറോയ്ക്ക്, ഓ ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടി എന്നെല്ലാം പറഞ്ഞ് ഇവളെ എന്തായാലും ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഹീറോ നേരെ ആ ഒരു വഴക്കുണ്ടാക്കുന്ന സോൾജർ ഉണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ പിടിച്ച് നല്ല ഇതിൽ അടിച്ചിട്ടാണ്, ഹേയ് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ അടിക്കുമെന്നെല്ലാം പറഞ്ഞ് ഇടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ ഇടിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അവൻ നല്ല പേടിയാണ്. ആ ഒരു പെണ്ണിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പോലീസ് എല്ലാം വന്നിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ അയാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നേരെ ഹീറോയിനോട് പോയി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഹേയ് നിങ്ങളിത് പങ്കെടുക്കാൻ വന്നാണോ, ശരി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആണോ, നമുക്ക് ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട് പോയാലോ എന്നെല്ലാം ചോദിച്ചിട്ട് ഹീറോയിൻ ആണെങ്കിലും ഓക്കെ പറയുന്നതും അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു ബാറിൽ വന്നിരുന്ന് ബിയർ ഇങ്ങനെ കുടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ അവസാനത്തെ പ്രൊട്ടസ്റ്റ്, ഇത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഇന്ത്യയിലേക്ക് പോകും. അല്ല നീ ഇപ്പോൾ വെറുതെ അല്ലേ നിൽക്കുന്നത്, എന്നോടൊപ്പം ഇന്ത്യയിലേക്ക് വാ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയുടെ കയ്യിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം കൂടിയില്ല. അപ്പോൾ ഹീറോ പറയും, അല്ല എൻ്റെ കയ്യിൽ അത്രയും പണമില്ല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയിക്കോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ വന്നോളാം പണമില്ല ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ല പോകുന്നതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം എന്നെല്ലാം പറഞ്ഞ അടുത്തത് നമ്മുടെ ഹീറോ വീട്ടിലിരിക്കുന്ന സമയത്താണ് ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ അതിലൊരു പരസ്യം കിടക്കുന്നു. മനുഷ്യന്മാരെ വെച്ചിട്ട് ഒരു ബിഹേവിയൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, അതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ദിവസം 1,00,000 രൂപയാണ് ശമ്പളം. ഏകദേശം ഒരു 12 ദിവസം ഉണ്ടാവും. അപ്പോൾ 12 ദിവസം നിന്ന് കഴിഞ്ഞാൽ 12,00,000 രൂപ. എന്തായാലും ഹീറോ വെറുതെ വിടോ, ഒരിക്കലും ഇല്ല, ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുന്നതും അവിടെ ഹീറോയെ പോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയുടെ അടുത്ത് കോട്ടിൻ സ്യൂട്ടെല്ലാം ഇട്ട് എടുത്തിരിക്കുന്നു. അവൻ്റെ പേര് മൈക്കിൾ. അതേപോലെ തന്നെ ഹീറോയുടെ അപ്പുറത്തായിട്ട് കണ്ണാടിയെല്ലാം ഇട്ടൊരു തൊപ്പിയെല്ലാം ഇട്ടിരിക്കുന്നു, ഇവൻ്റെ പേര് ബെഞ്ചി. അങ്ങനെ ഇവരോട് രണ്ടുപേരോടും നല്ല ഇതിൽ സംസാരിച്ച് ഹീറോ പരിചയപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും. ഇത് ഏത് രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ജയിലിനകത്ത് സാധാരണ മനുഷ്യർ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ബിഹേവിയർ, അവരുടെ മാനസികാവസ്ഥ, ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിരിക്കുന്നവർ ഇതിനു മുന്നേ ഒരിക്കലും ജയിലിലേക്ക് പോകാത്തവരായിരിക്കണം. ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതാണ് ഇവർ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ പേടിക്കുന്നത് പോലെ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ മരുന്ന് കുത്തിവെക്കുകയോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയെല്ലാം മാറും അത് മാത്രമേ ഞങ്ങൾ പരിശോധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് കഴിയുന്ന ഒരു രീതി, ചിലരുടെ സിവിൽ സ്കോർ നല്ലതുപോലെ മാറാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതിൽ ഒരു 26 പേരെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ എല്ലാം ഇങ്ങനെ നടത്തുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പല ക്വസ്റ്റ്യൻസും അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല രീതിയിലുള്ള ആൻസറാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ അടുത്ത് ചോദിക്കുമ്പോൾ ഹീറോ പറയും,
എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ മറ്റൊരാളെ ഉപദ്രവിച്ചതായിട്ട് ഒരു റെക്കോർഡും ഇല്ല. അതുമല്ല ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് ഇവിടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ ചോദിക്കും, ശരി നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏയ്, ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. അങ്ങനെ ഹീറോയെ പറഞ്ഞു വിട്ടതിന് ശേഷം അടുത്തത് ചേസ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, എനിക്ക് സാധാരണ ഒരു ജീവിത രീതിയിൽ ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിത രീതി ഡ്രിങ്ക്സ്, സ്ത്രീകൾ, പിന്നെ പണം, ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് ഹീറോ ആദ്യം ഒരുത്തന്നെ കണ്ടല്ലോ, മൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അവനോട് ചോദിക്കുമ്പോൾ അവൻ ഈ കോട്ടും സ്യൂട്ടെല്ലാം ഇട്ടിട്ട് നല്ല അച്ചടക്കത്തോടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറയും, ഞാൻ കുട്ടിക്കാലം മുതലേ വളരെ അച്ചടക്കത്തോടെ നല്ല രീതിയിലാണ് വളർന്നു വന്നത്. ദൈവത്തിൽ ഒരുപാട് വിശ്വാസമുണ്ട്. ഒരുപാട് ചർച്ചിലെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള പല കാര്യങ്ങളും അവൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു പ്രത്യേക റൂമിലിരുത്തിയിട്ട് ചെറിയൊരു ടെസ്റ്റ് നടത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ മുന്നിൽ വലിയൊരു സ്ക്രീനിൽ ഈ ആക്സിഡന്റ് സംഭവിച്ചത്, അതേപോലെ തന്നെ സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് പ്ലേ ചെയ്ത് കൊടുക്കുന്നതും അത് കാണുമ്പോഴത്തേക്കും അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവർ കണ്ടുമുട്ടാണ്. ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുമിച്ച് കാണുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ഇവർ കണ്ടുമുട്ടിയിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അതുമല്ല, അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട്, ഏയ് നീ ആ ഒരു പോലീസുകാരനെ ഇടിക്കാനായിട്ട് ചെന്നത് വെറുതെ അല്ലേ? നിന്റെ കൈ കാണുമ്പോൾ തന്നെ അറിയാം നീ ആരെയും ഇതുവരെയും ഉപദ്രവിച്ചിട്ടില്ല. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൈയാണ്. അതെനിക്ക് ആദ്യം നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നെല്ലാം പറഞ്ഞ് അവൾ പോകുന്നത് ഇന്ത്യയിലേക്കാണല്ലോ. അപ്പോൾ ഇന്ത്യയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇന്ത്യയുടെ സംസ്കാരങ്ങൾ, ഇങ്ങനെ അവൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ ഒരു 26 പേരിൽ ഒരാളായിട്ട് നമ്മുടെ ഹീറോയെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഹീറോ വന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ മൈക്കിൾ എന്ന് പറഞ്ഞ ഒരുത്തൻ, പിന്നെ ആ ഒരു കണ്ണാടി ബെഞ്ചി, പിന്നെ ചേസ് എന്ന് പറഞ്ഞ ഒരുത്തൻ, ഇവരെല്ലാവരും അതേപോലെ തന്നെ ബാക്കിയുള്ളവരും സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരെയും ആ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതുപോലെ എല്ലാവരും ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. ചേസ് എന്ന് പറഞ്ഞ അവനാണെങ്കിൽ അവൻ അത്രയും നല്ലവനൊന്നുമല്ല, അതുകൊണ്ട് മാക്സിമം നല്ലതുപോലെ അതിനകത്ത് നിൽക്കാൻ ശ്രമിക്കാം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ അവനൊരു ബ്രേസ്ലെറ്റ് കൊടുത്തായിരുന്നു. ആ ഒരു മൊമെന്റ് അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നു. മൈക്കിളാണെങ്കിലോ അവൻ്റെ അമ്മ അവനെ നല്ലതുപോലെയാണ് വളർത്തിയിട്ടുള്ളത്, അവൻ നല്ല രീതിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെന്നിട്ട് നല്ലതുപോലെ തന്നെ കഴിയാമെന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ബെഞ്ചിയാണെങ്കിലോ വെറും ഒരു പാവം. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ആ ഒരു കാര്യങ്ങളെല്ലാം അവനിങ്ങനെ ചിന്തിച്ച് നോക്കുന്നു. അങ്ങനെ ആ ഒരു ബസ് അവിടേക്ക് വരുന്നതും എല്ലാവരും ചാടി ഇറങ്ങി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കണം. അപ്പോഴേക്കാണ് ആ ഒരു ബസ് ഡ്രൈവർ വന്നിട്ട് ഇവരോട് പറയുന്നത്, ഓക്കെ ശരി, ഇനി ഇവിടെ മുതൽ നിങ്ങളുടെ ബാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ കണ്ണാടി ബെഞ്ചി ഉണ്ടല്ലോ, അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, എനിക്കെൻ്റെ ബാഗ് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ നിർബന്ധം പിടിക്കുമ്പോൾ അയാൾ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ 26 പേരെയും ഒരിടത്തേക്ക് വിളിച്ചെടുത്തി ആ ഒരു ഡോക്ടർ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടാണ് അവരോട് പറയുന്നത്, ഓക്കെ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പങ്കെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഒരുപക്ഷെ നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വയലൻസ് പാടില്ല. അതാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ക്യാമറയിലൂടെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അവരെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്നും പറഞ്ഞിട്ട് ഈ 26 പേരിൽ 6 പേരെ സെക്യൂരിറ്റികളായിട്ട് നിയമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 26 പേര് വന്നതിൽ 6 പേര് ഇവരുടെ കാവൽക്കാരായിട്ടും ബാക്കിയുള്ള 20 പേര് ജയിൽ കുറ്റവാളികളായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 6 പേരിൽ 2 പേര് നമ്മുടെ മൈക്കിള്, പിന്നെ ചേസ്, അതേപോലെ തന്നെ ബാക്കി 4 പേരും, അതേപോലെ തന്നെ മറ്റ് 4 പേരും കൂടിയുണ്ട്. അങ്ങനെ ഈ ഒരു 6 പേരെ കാവൽക്കാരാക്കി മാറ്റിയിട്ട് ബാക്കി 20 പേരെ ജയിൽ കുറ്റവാളികളായിട്ട് മാറ്റി അവരോട് ഇപ്പോൾ ഒരു റൂള് പറയാണ്. ഒന്നാമത്തെ റൂള്, നിങ്ങൾക്ക് എല്ലാ ദിവസവും 3 നേരം ആഹാരം ഉണ്ടാവും. ആ ഒരു 3 നേരവും നിങ്ങൾ ആഹാരം കഴിച്ചിരിക്കണം, അതും 30 നിമിഷത്തിനുള്ളിൽ. അതുമല്ലാതെ രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ മാത്രമേ നിങ്ങൾ പോവാവുള്ളൂ. മൂന്നാമത്തെ റൂള്, കുറ്റവാളികളായിട്ടുള്ളവർ ഒരു കാരണവശാലും കാവൽ നിൽക്കുന്ന പോലീസുകാരെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ആ ഒരു റൂൾ ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. പിന്നെ 4ാമത്തെ റൂള്, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത് പാതിയിൽ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള ആർക്കും പണം ഒരിക്കലും കിട്ടത്തില്ല. ഇനി 5ാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരുത്താൻ വേണ്ടി കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു 30 നിമിഷം ടൈം ഉണ്ടാവും. അതിനുള്ളിൽ അവരെ തിരുത്തിയേ പറ്റൂ. വേറെ ഒന്നുമില്ല, ഡിസിപ്ലിൻ എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. അത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അത് എരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്താകും. ഈ ഒരു എക്സ്പെരിമെൻറ്റും ഇവിടെ വെച്ച് അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ജയിലിനകത്തേക്ക് ഇങ്ങനെ കയറുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു
പോലീസുകാരായിട്ട് സെലക്ട് ചെയ്തല്ലോ 6 പേര്. അവർ 6 പേരും ഈ ഒരു കുറ്റവാളികളായിട്ട് സെലക്ട് ചെയ്ത എല്ലാവരെയും നല്ല ഫോഴ്സിൽ അവരുടെ ദേഹത്തേക്ക് വെള്ളം അടിച്ച് അവരിങ്ങനെ കുളിപ്പിക്കുകയാണ്. ഒരു ജയിൽ പോലെ തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു 6 പോലീസുകാരിൽ നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. അവൻ്റെ പേര് ബോഷ് എന്നാണ്. അവനിപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള യൂണിഫോം എടുത്തിങ്ങനെ കൊടുക്കുകയാണ്. അതേസമയം ഇതിൽ ചേസ് ഉണ്ടല്ലോ, അവൻ ഇത്തിരി നല്ലവനല്ലാന്ന് നമുക്കറിയാം. അവനാണെങ്കിലോ ഈ ജയിലിനുള്ളിൽ യഥാർത്ഥമായിട്ട് പോലീസുകാർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, മറ്റുള്ളവരെ കളിയാക്കി അവരെ മോശമായിട്ടുള്ള രീതിയിൽ വിളിച്ച് ഈ ഒരു രീതിയിലാണ് അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും വരിവരിയായിട്ട് നിർത്തി എല്ലാവരെയും സെല്ലിലേക്ക് മാറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ചില റൂൾസ്, ഈ പോലീസുകാരായിട്ട് നിൽക്കുന്ന അവരുടെ ചില റൂൾസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഇനി മുതൽ പേര് വിളിക്കില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നമ്പർ ഉണ്ടാവും, അതായിരിക്കും വിളിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരെയും പല പല സെല്ലിലേക്ക് മാറ്റണം, എല്ലാവരെയും ഇപ്പോൾ തിരിച്ചായിരിക്കും മാറ്റുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ, നിക്സ് എന്ന് പറഞ്ഞ ഒരുത്തൻ, പിന്നെ ബെഞ്ചി എന്ന് പറഞ്ഞ ഒരു കണ്ണാടി, ഇവരെ എല്ലാവരെയും ഒരു സെല്ലിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇവരെല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾ എന്ത് കാരണത്താലാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പല റീസണാണ് പറയുന്നത്. കൂടുതൽ പേരും പണത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. അതിൽ മൈക്കിൾ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കാണ്, അമ്മയ്ക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ ഹീറോയോട് ചോദിക്കുമ്പോഴോ ഹീറോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു നാട്ടിൽ നിന്ന് പോകണം, അതിന് വേണ്ടിയിട്ട് അവന് പണം വേണം, അവൻ ഇന്ത്യ വിട്ട് പോകാമെന്നുള്ള കാര്യവും അവരോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിലിനകത്ത് കാണിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കുറച്ച് നേരം ഒരു പ്ലേ ടൈം എന്നുള്ള രീതിയിൽ ഒരു ബോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബോഷ് എന്ന് പറഞ്ഞിട്ട് അവർ നല്ലവനായിട്ടുള്ള പോലീസുകാരനുണ്ടല്ലോ, അവൻ്റെ മേളിലേക്ക് ആ ഒരു ബാസ്കറ്റ് ബോൾ വന്നിങ്ങനെ തട്ടുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇവർക്കായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു പരിക്കേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ചേസ് ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവൻ പറയും അവർ റൂൾസ് തെറ്റിച്ചിരിക്കുകയാണ്, പോലീസിൻ്റെ മേളിൽ അവർ കൈ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ എന്നെല്ലാം പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ബോഷ് പറയുന്നുണ്ട്, അതറിയാതെ പറ്റിയതല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ചേസ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. അവൻ ഇപ്പം തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ള രീതിയിൽ എല്ലാവരെയും കുറ്റവാളികളായിട്ടുള്ള എല്ലാവരെയും വരിവരിയായിട്ട് ഇങ്ങനെ നിർത്തി ആ ഒരു ബോൾ വെച്ച് കളിച്ചല്ലോ. അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ശരി നിനക്കുള്ള ശിക്ഷ ഇതാണ്, പുഷപ്പ് എടുക്കാൻ പറയും. അപ്പോൾ അയാൾ പറയും, ഞാനെന്തിനാ പുഷപ്പ് എടുക്കുന്നേ, ഇത് അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ചേസ് പറയും, അങ്ങനെയാണല്ലേ, നീ എന്നെ എതിർത്ത് സംസാരിക്കുകയാണ്, ശരി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെയാണ്, എല്ലാവരും പുഷപ്പ് എടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ഹീറോയുടെ റൂമിലുള്ള നിക്സ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ പെട്ടെന്ന് ശരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പുഷപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവരും അത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാണ്. അതേ സമയം തന്നെ ഇതെല്ലാം കണ്ട മൈക്കിൾ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവനിപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം പോലെ, എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ നല്ല രീതിയിൽ അനുസരണയോടെ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രത്യേക അധികാരം ഇതൊരു വലിയ സംഭവം അല്ലാന്നുണ്ടെങ്കിലും ഇവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമെന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്കൊരു പ്രത്യേക അധികാരം കിട്ടുന്നത് പോലെ അത് കിട്ടുമ്പോൾ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ കാണിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ജയിലിൽ ആഹാരം എങ്ങനെയാണെന്നറിയാലോ, എല്ലാവരും വാങ്ങാനായിട്ട് നിൽക്കുമ്പോൾ അത്ര വൃത്തിയുള്ളതൊന്നല്ല. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള നിക്സ് എന്ന് പറഞ്ഞ അവൻ മാത്രം ഒരു കുഴപ്പമില്ലാതെ അതിങ്ങനെ കഴിക്കണം. അപ്പോൾ ബാക്കിയുള്ള ആർക്കും അത് കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ നേരെ അവിടേക്ക് ചെന്നിട്ട് അല്ല കൊടുക്കുമ്പോഴത്തേക്ക് ഇത്തിരി നല്ല ആഹാരം തന്നൂടെ എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ആഹാരം അതെന്തായാലും കഴിച്ചേ പറ്റൂ, അത് റൂളാണ്, റൂൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഞങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും ഹീറോ പെട്ടെന്ന് ആ ഒരു ഫുഡ് എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് തട്ടിയിട്ടാണ് ഇത് നിന്നെ കൊണ്ട് കഴിക്കാൻ കഴിയുമോ എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് അതിനകത്തൊരു ബഹളമെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാവരും ഒരിടത്തേക്ക് ചേർന്ന് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഈ ഒരു കുറ്റവാളികളെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അവർക്കെല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്തേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ മൈക്കിൾ പറയും ശരി അങ്ങനെയാണെങ്കിൽ അവരെ ആരെയും അടിക്കാതെ നമുക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരുടെയും റൂമിലേക്ക് ചെന്നിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടല്ലോ അത് വെച്ചിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അതുമല്ല പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണക്കാരനാരാണ്, നമ്മുടെ ഹീറോ. അതുകൊണ്ട് തന്നെ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മറ്റൊരു റൂമിലേക്ക് മാറ്റി അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പറയാണ് ഇന്നത്തെ രാത്രി നീ ഒരിക്കലും ഉറങ്ങരുത്, അതാണ് നിനക്കുള്ള ശിക്ഷയെന്നും പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ ഉണ്ടല്ലോ അവൻ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ബാത്റൂമിലേക്ക് പോയി കണ്ണാടിയിലിങ്ങനെ നോക്കിയിട്ടാണ് അവൻ ആ ഒരു പ്രത്യേക പവർ ഇട്ടില്ല എല്ലാവരെയും അനുസരിപ്പിക്കുന്ന. അതുകൊണ്ട് തന്നെ അവൻ എന്തോ ഒരു സന്തോഷം പോലെ മറ്റുള്ളവരെ അടിമയായിട്ട് വെക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ ഒരു വില്ലനായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കാണിക്കുമ്പോൾ ബെഞ്ചി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോൾ ഈ ഒരു പോലീസുകാരോട് എന്തോ സഹായം ചോദിക്കുകയാണ്. അവൻ്റെ ശരീരം ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, എന്താണെന്ന് വെച്ചാൽ അവന് ലോ ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ ആ ഒരു ബാഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാളോട് പറഞ്ഞത്. പക്ഷേ ഇവൻ വിചാരിച്ചത് ആഹാരം കഴിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാമെന്നാണ്. പക്ഷെ ആഹാരം കഴിക്കാത്തത് കൊണ്ട് അവനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും അതൊന്നുമില്ല, മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പറയുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ ശരീരം ഒട്ടും വയ്യ, അടുത്ത ദിവസം ആകുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി അവന് ലോ ഷുഗർ ആണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ മരുന്ന് എടുത്ത് കൊടുക്കാതെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തോ ഒരു ക്യാൻഡി എടുത്ത് കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് ഇത് കഴിക്കുമെന്നും പറഞ്ഞ്
അവരത് കാര്യമാക്കുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഏയ് അവനൊരു ഹെൽപ്പ് ചെയ്തൂടെ, അവൻ്റെ മരുന്നെങ്കിലും എടുത്ത് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിളുണ്ടല്ലോ, അവനിപ്പോൾ എന്തോ ഒരു വലിയ യഥാർത്ഥ പോലീസാണെന്നുള്ള രീതിയിൽ ഇവരോടെല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണ് നീ പോലീസിനെ എതിർത്ത് സംസാരിക്കുന്നു എന്നെല്ലാം ചോദിച്ച്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ ഒരുപാട് വലിയ ആളാവണ്ട, നീയും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, ഒരു പോലീസ് എന്നല്ലല്ലോ എന്നിങ്ങനെ പറയുന്നതും ഇത് കേട്ട് അവന് പെട്ടെന്ന് ദേഷ്യം വന്ന് അവൻ്റെ ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയെ അടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും, അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ, നിനക്ക് പണം കിട്ടത്തില്ല എന്നിങ്ങനെ പറയുന്നതും അത് കേൾക്കുമ്പോഴത്തേക്കാണ് അവന് ഇത്തിരി സമാധാനമാവുന്നത്. അതുമല്ല ഈ ഒരു സമയം മുതൽ അവന് ഹീറോയോട് ചെറിയൊരു വെറുപ്പും തോന്നുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നിക്സ് അവർ രണ്ടുപേരും സെല്ലിരുന്ന് സംസാരിക്കുമ്പോൾ നിക്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് ശിക്ഷ തന്നാലും അതെപ്പോഴെങ്ങ് ചെയ്യുകയാണല്ലേ, ഈ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ എന്തിനാണ് ചെയ്യുന്നതെന്നറിയോ, ഒരു കൂടിനകത്ത് മൃഗങ്ങളെല്ലാം അടച്ചിട്ടിട്ട് അതിലാരാണ് രാജാവ് ഇതെല്ലാം നോക്കുമല്ലോ, അതുപോലെ തന്നെയാണ് നമ്മളെ വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ അത് സമ്മതിക്കില്ല. ഹീറോ പറയും, ഹേയ് അത് മൃഗങ്ങൾ, നമ്മൾ മനുഷ്യർ മൃഗങ്ങളെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാവരും നോർമലായിട്ടുള്ള ആളുകൾ തന്നെയാണ്, അതൊന്നും വലിയ കാര്യമൊക്കെ, ഇതൊരു നോർമലായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഹീറോ പറയുന്നത്. ഹേയ് നിക്സ്, നീ ഇതിനു മുന്നേ ജയിലിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു കാര്യം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ പ്രത്യേകം ടാറ്റു ഉണ്ട്, അതേപോലെ തന്നെ പോലീസ് എന്ത് പറഞ്ഞാലും അവൻ അപ്പം തന്നെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു ജയിലിൽ പോയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളതെന്ന് ഹീറോ മനസ്സിലാകും. അപ്പോൾ നിക്സ് പറയും, അത് ശരി തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പണം ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യം നീ ആരോടും പറയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അവർ 6 പോലീസുകാരെ കാണിക്കുമല്ലോ, സത്യത്തിൽ അവർ പോലീസുകാരല്ല, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയതാണ്. പക്ഷേ ഇപ്പോൾ അവർ 6 പേരും റിയലായിട്ട് പോലീസുകാരെ പോലെ തന്നെയാണ് പെരുമാറാൻ തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നീ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം എന്ന് നമ്മുടെ ഹീറോയോട് നിക്സ് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചേസ് പറയും, ആ കുറ്റവാളികൾ അവരിപ്പോൾ കുറച്ച് ഓവറായിട്ടാണ് പോകുന്നത്, അവരെല്ലാവരെയും കൺട്രോളിലാക്കിയേ പറ്റൂ എന്നെല്ലാം പറയുന്ന സമയത്താണ് ബോഷ് എന്ന് പറഞ്ഞാൽ അവർ നല്ലവനുണ്ടല്ലോ, അവൻ പറയും, ഏയ് നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, നമ്മൾ സാധാരണ ആളുകൾ തന്നെയാണ്, അല്ലാതെ പോലീസൊന്നുമല്ല, ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നു, ആ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കരുത് എന്നിങ്ങനെ പറയുന്നതും ചേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേയ് ഒരിക്കലും അങ്ങനെയില്ല, നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ശിക്ഷ എന്തായാലും കൊടുത്തിരിക്കണം, കാരണം അതിൻ്റെ റൂൾ അങ്ങനെയാണല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ ചെയ്യുന്നത്, കുറ്റവാളികൾ നല്ലതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അവസരം എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് പറയും, ഓക്കെ അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനാരാണ്, ട്രാവിസ് അവനല്ലേ, അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഇവരെല്ലാവരും പിടിച്ചകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനെ നല്ലതുപോലെ കളിയാക്കി വഴക്കെല്ലാം പറയുന്നു. അതേപോലെ തന്നെ അവൻ്റെ വായെല്ലാം കെട്ടിവെച്ച് അവൻ്റെ മുടിയെല്ലാം ട്രിം ചെയ്ത് കളയാണ്. എന്നിട്ട് മൈക്കിൾ പറയും, മര്യാദയ്ക്ക് ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഹീറോ പറയും, ഏയ് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാനായിട്ട് യഥാർത്ഥ പോലീസ് ഒന്നല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവരെ കളിയാക്കുമ്പോൾ മൈക്കിൾ ദേഷ്യം കാരണം അവർ ചെയറിലേക്ക് ഒരു ഒറ്റ ചവിട്ട്, ഹീറോയുടെ ദേഹത്തേക്കല്ല ചവിട്ടുന്നത്, ചെയറിലേക്ക് ചവിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു വീഴും. എന്നിട്ട് വീണ്ടും ഇവന്മാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എന്നിട്ട് ആ ഒരു മൈക്കിൾ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ മുകളിലേക്ക് മൂത്രം ഒഴിക്കുന്നതും ഇത് കണ്ടിട്ട് ബാക്കി 2 പോലീസുകാരും കൂടി വന്ന് അതുപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന ബോഷ് ആണെങ്കിലും പെട്ടെന്ന് ഇവരോട് പറയും, ഹേയ് ഇനി ഒരു തവണ കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് വിട്ട് പോവും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും പണം കിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ തന്നെ നടന്നേ പറ്റുമെന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, ഹേയ് നോക്ക്, നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റെഡ് ലൈറ്റ് എരിയോലോ, പക്ഷെ അത് ഇപ്പോഴും എരിയാതെ തന്നെ നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് തന്നെയാണ്, അതുകൊണ്ട് നീ എന്തായാലും ഇതൊന്നും കാര്യമാക്കണ്ട, കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം പറയുന്നതും അടുത്തത് നമ്മുടെ ബെഞ്ചിയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോഴും ആ ഒരു കട്ടിൽ തന്നെയാണ് കിടക്കുന്നത്, അവൻ എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല, എന്തായാലും ആ ഒരു മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ അവന് ഭേദമാവത്തുള്ളൂ. അങ്ങനെ ഹീറോ ആയാലും അവൻ്റെ അടുത്തേക്ക് ഒന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായാലും ഈ ഒരു ഗെയിമിൽ ഇവരെന്തായാലും എന്നെ ഇവിടേക്ക് എടുക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പണം കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയാതെ ഞാൻ ഇതിനകത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറയാം എന്ന് പറയുമ്പോൾ, ഏയ് അത് ശരിയാവത്തില്ല, ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്നെ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ എനിക്ക് പണം ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവനെ സഹായിച്ചേ പറ്റുമോ, അതുകൊണ്ട് തന്നെ ബോഷ് എന്ന് പറഞ്ഞാൽ അവർ നല്ലവനുണ്ടല്ലോ, അവനെ അങ്ങനെ കണ്ടിട്ട് ഇതേപോലെ ബെഞ്ചിക്ക് ഒട്ടും സുഖമില്ല, അവന് വേണ്ടിയിട്ടുള്ള മരുന്നാണെങ്കിൽ അവിടെയുള്ള ഒരു ബാഗിലുണ്ട്, ആ ഒരു മരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരാൻ കഴിയൂ, കാരണം അവന് ലോ ഷുഗർ ആയിപ്പോയി. അപ്പോൾ ബോഷ് പറയും, ഹേയ് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇത് റൂൾസിന് എതിരാണ്, നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, പ്ലീസ് അവനെ ഒട്ടും വയ്യാത്തത് കൊണ്ടാണ്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും നിനക്ക് ഞാൻ കുറച്ചുകൂടി അധികം പണം തരാം എന്നിങ്ങനെ പറയുന്നതും ബോഷ് പറയും, ഏയ് അതിൻ്റെ ആവശ്യമില്ല, നീ എന്തായാലും എന്നോട് ചോദിച്ചതല്ലേ,
അവന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് ചെയ്യാം, മറ്റാരും അറിയാതെ ആ ഒരു മരുന്ന് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ബെഞ്ചി എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഗ് എടുക്കാനായിട്ട് ബോഷ് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു ബാഗിൽ അവൻ മരുന്ന് തിരക്കുന്ന അതേ സമയത്ത് ചേസ് ഉണ്ടല്ലോ, അഹങ്കാരം പിടിച്ച ഒരുത്തൻ, അവനാണെങ്കിൽ ഇപ്പോൾ ഈ കുറ്റവാളിയിൽ നിന്നും ഒരുത്തനെ ഒരു മുറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട്, ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂമാണ്, ഇവിടെ ആണെങ്കിൽ ക്യാമറയും മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവിടേക്ക് ആ ഒരു പയ്യനെ കൊണ്ടുവന്ന് അവനോട് മോശമായിട്ട് പെരുമാറാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ മൈക്കിൾ അവിടേക്ക് വന്നിട്ട് ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നത്. അല്ല, ഇവൻ ട്രാവിസിനെ പറ്റിയുള്ള എന്തോ ഒരു കാര്യം എന്നോട് പറയാമെന്ന് പറഞ്ഞു, അത് കേൾക്കാനായിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ മാറ്റി പറയുമ്പോൾ വേറൊരുത്തം വന്നിട്ട് നമ്മുടെ മൈക്കിളിനെ വിളിച്ചിട്ട് ഏയ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ ക്യാമറയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോഷ് ആ ബാഗ് തുറന്ന് മരുന്നെടുക്കുന്ന കാര്യമാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റൂൾസ് തെറ്റിക്കുന്നത് പോലെയല്ലേ. അപ്പോൾ മൈക്കിൾ നേരെ അവൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അല്ല, നിന്നോട് ഈ ഒരു കാര്യം ചെയ്യാൻ ആരാ പറഞ്ഞത്, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്, സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല, അതുകൊണ്ട് സത്യം പറയുമ്പോൾ അവൻ പറയും ഇതേപോലെ ഹീറോ അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സഹായം എന്നോട് ചോദിച്ചതാണ്, അവൻ ഒട്ടും വയ്യ, അവൻ്റെ ഷുഗർ ലെവൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മരുന്ന് അവൻ്റെ ശരീരത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാലേ അവൻ നോർമൽ ആവത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിലും ഓക്കെ ശരി അത് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്ന് നേരെ ബെഞ്ചിയുടെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ ഇവന് കൊടുക്കണം, ഹീറോയെ എങ്ങനെയെങ്കിലും ഇവനെ ഉപദ്രവിക്കണം. അതിനുവേണ്ടി മൈക്കിൾ ഹീറോയെ പിടിച്ച ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർക്കാണെങ്കിൽ ശിക്ഷ കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ടല്ലോ. എന്നിട്ട് ഹീറോയോട് പറയും നിനക്കിപ്പോൾ നീ ചെയ്ത കാര്യത്തിന് ഒരു ശിക്ഷ തരാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നത് ഹീറോ പറയും ഏയ് മൈക്കിൾ നീ ഇപ്പോൾ കുറച്ച് ഓവറായിട്ടാണ് പോകുന്നത്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇത് കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് കിട്ടിയ ഒരു പണം കൊണ്ട് നീ നേരെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകും, ഒരു നല്ല ചികിത്സ നിനക്ക് ആവശ്യമുണ്ട് എന്നെല്ലാം പറയുന്നതും മൈക്കിളാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ തലമുടിയെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ഒരു മുട്ടയടിച്ചിട്ട് ഓക്കെ ശരി ഹീറോയോട് ദേഷ്യപ്പെട്ട് ഈ ക്ലോസറ്റിലെ വെള്ളത്തിലാണല്ലോ അവൻ്റെ തലയെല്ലാം ഇങ്ങനെ മുക്കി പിടിച്ചിട്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് ഞങ്ങളോട് സോറി പറ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ എന്ത് പറഞ്ഞാലും ഈ ഒരു പോലീസുകാരോട് എതിർത്താണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവന്മാർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോ വിചാരിക്കും ഓക്കെ ഇവന്മാരോട് സാധാരണ രീതിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് ഹീറോ അവരോട് പറയാണ്. അതുകൊണ്ട് തന്നെ മൈക്കിള് ഇത്തവണ അവനെ എന്തായാലും വെറുതെ വിടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ സെല്ലിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ കരയുന്നു, കാരണം ഒരു മനുഷ്യൻ ഏതൊരു രീതിയിലാണ് മാറുന്നതെന്ന് പറഞ്ഞിട്ട്. അതുമല്ലാതെ ആ ഒരു ബോഷ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരുണ്ടല്ലോ, അവനെയാണെങ്കിലും റൂൾസ് തെറ്റിച്ചത് കൊണ്ട് അവന് ഇവരിങ്ങനെ ശിക്ഷ കൊടുക്കുകയാണ്. അവനെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അവനെ അടിച്ച് അത് കഴിഞ്ഞ് അവനെയും ഒരു സെല്ലിലേക്ക് ഒരു കുറ്റവാളിയായിട്ട് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരോടും പറയും ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. അങ്ങനെ മൈക്കിള് ഇത്രയും ഓവറായിട്ട് പോകുന്നത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് അവൻ്റെ ഷർട്ട് അങ്ങനെ ഊരിയിട്ട് ബാക്കി എല്ലാവരും ഷർട്ട് വരുന്നു. എന്നിട്ട് നേരെ ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് വിടുന്ന ഇങ്ങനെ പറയുന്നതും മൈക്കിൾ നോക്കിയിട്ട് ഹേയ് നീ റൂൾസ് തെറ്റിക്കാണ് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയെ വലിച്ച് താഴേക്കിട്ട് അവൻ്റെ കഴുത്തിലേക്ക് ആ ഒരു ലാത്തി പോലെ കാര്യമുണ്ടല്ലോ അത് വെച്ചിങ്ങനെ ഞെരുക്കാണ്. അപ്പോഴേക്കും ആ ഒരു കണ്ണാടി നമ്മുടെ ബെഞ്ചി ഇതെല്ലാം കണ്ടിട്ട് അവൻ ഇപ്പോഴാണല്ലോ നോർമലായത്, ഇത്രയും നാൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവൻ പെട്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും ഹേയ് നിങ്ങളെന്താ ഇത്ര ഓവറായിട്ട് കാണിക്കുന്നത്, നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ സാധാരണ മനുഷ്യർ തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ മുട്ടയുടെ തലയിലേക്ക് വന്നൊരു ഒറ്റ ഇടി. അത് കാണുന്നതും ഓ പോലീസിനെ തന്നെ അടിച്ചല്ലേ എന്നും പറഞ്ഞ് ബെഞ്ചിയെ ഒരു ഒറ്റയടി ബെഞ്ചി വന്ന് താഴെ വീഴുന്നതും മൈക്കിൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. എന്നിട്ട് എല്ലാവരും സന്തോഷിച്ചിട്ട് ഇവരെല്ലാവരെയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എല്ലാവരെയും ഓരോ സെല്ലുകളിലായിട്ട് മാറ്റിയേക്കെന്നും പറഞ്ഞ് ആ ഒരു രീതിയിൽ തീരുമാനം എടുക്കുകയാണ്. അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്, നമ്മളെല്ലാവരെയും ഈ ഒരു പോലീസായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടല്ലേ അവരെങ്ങനെ സെലക്ട് ചെയ്തത്, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരെയും ഓരോരോ സെല്ലായിട്ട് ഇങ്ങനെ മാറ്റുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലോ അവിടെ പഴയൊരു ബോയിലർ പൈപ്പ് ഉണ്ട്, അതിനകത്തിട്ട് അടയ്ക്കുകയും ചെയ്യും. അതുപോലെ അതിനകത്താണെങ്കിലും ഒരു ക്യാമറയുണ്ട്. അങ്ങനെ ഹീറോ അതിനകത്ത് കഴിയുന്നതും ഇവരുടെ കൂടുതലുള്ള മറ്റൊരു പോലീസുകാരൻ പെട്ടെന്ന് ഇവരോട് പറയും അല്ല നമ്മളിപ്പോൾ കുറച്ച് ഓവറായിട്ടാണ് പോകുന്നത്, ഇങ്ങനെയെല്ലാം വേണമെന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയും ഏയ് നീ നോക്ക് ആ ഒരു റെഡ് ലൈറ്റ് അത് എരിയുന്നുണ്ടോ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്, ഒരു തെറ്റുമില്ല, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴേ വെളിയിൽ പോയാലേ, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് കുറ്റവാളികളോട് നമ്മൾ ചെയ്യേണ്ടത്, അതുകൊണ്ട് പോലീസുകാരുടെ കീഴിലായിരിക്കണം എപ്പോഴും കുറ്റവാളികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മൈക്കിള് നല്ല രീതിയിൽ അഹങ്കരിക്കുകയാണ്. അതേസമയം ചീസ് എന്ന് പറഞ്ഞ അവനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇതിനു മുന്നേ ഒരു പയ്യനോട് മോശമായിട്ട് നടക്കാനായിട്ട് ശ്രമിച്ചിരുന്നല്ലോ, അപ്പോൾ നടന്നില്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറുന്നതും അവൻ കരയുന്ന ശബ്ദം നമ്മുടെ ഹീറോ ആ ഒരു പൈപ്പിനുള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാണ്. അപ്പോൾ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് ഊരിയിട്ട് ഈ ഒരു പൈപ്പിലെ വെളിയിലുള്ള ലോക്ക് അത് പതിയെ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ചേസിനെ പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ചേസിനെ നല്ല രീതിയിൽ അടിക്കുന്നു. അടിച്ച് അവൻ്റെ ബോധം പോകുന്നതും ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു കീ എടുത്ത് നേരെ ഇവരെല്ലാവരും അടച്ചു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കുറ്റവാളികളുണ്ടല്ലോ അവരെല്ലാവരെയും വന്ന് റിലീസ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. അപ്പോൾ അതിലാണെങ്കിൽ നിക്സ് എന്ന് പറഞ്ഞ ആ ഒരു യഥാർത്ഥ കുറ്റവാളിയുണ്ട്, അവനാണെങ്കിലോ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ സമാധാനമായിട്ടാണ് അവൻ പോയിരുന്നത്, പക്ഷേ ഇപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരാണ്. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ്
ഇവരെല്ലാവരും കുറ്റവാളികളായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോന്നും പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്യാണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതുമല്ല ബെഞ്ചി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ തലയിൽ നല്ലതുപോലെ അടി കൊണ്ടതുകൊണ്ട് രക്തം ഒരുപാട് പോയിട്ട് അവൻ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഈ പോലീസുകാരെ ഇവരടിക്കാൻ ചെല്ലുമ്പോൾ ആ മൈക്കിൽ പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് ഈ കത്തി കൊണ്ട് എല്ലാവരും ഞാൻ കൊല്ലാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് കത്തി എടുത്തിട്ട് നിൽക്കുമ്പോൾ മറ്റൊരുത്തം വന്നിട്ടാണ്, അതേ മൈക്കിൾ, നീ ഇപ്പോൾ വളരെ ഓവറായിട്ടാണ് പോകുന്നത്. നമ്മളും ഇവരെ പോലെ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതിൽ പകരം അവരാണെങ്കിൽ എത്ര പേരുണ്ടെന്ന് നോക്ക്, രക്ഷപ്പെടുന്നതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലാന്ന് ഇങ്ങനെ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഇവരെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൈക്കിളിനെ മെയിനായിട്ട് ഇടിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അങ്ങനെ നമ്മുടെ മൈക്കിളാണെങ്കിൽ കത്തി കൊണ്ട് ഹീറോയെ കുത്താനായിട്ട് വരുന്നതും ആ കത്തി അങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് മൈക്കിളിനെ താഴേക്കിട്ട് അവൻ്റെ മൊട്ട തല നോക്കി 2-3 ഇടി അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റെഡ് ലൈറ്റ് എരിയുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ വെച്ച് അവസാനിച്ചു. അവിടെയുള്ള കഥകളെല്ലാം ഇങ്ങനെ തുറക്കുന്നതും എല്ലാവരും ഇപ്പോൾ വെളിയിലേക്കും വരുവാണ്. ആ ഒരു ഡോക്ടർ വിചാരിച്ചതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് അവസാനിച്ചു. അതുപോലെ ഇവരെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു ബസ് ഇവിടേക്ക് വരുന്നു. കൂടാതെ ഇവരെ പറ്റിക്കത്തൊന്നുമില്ല, പറഞ്ഞതുപോലെ ആ ഒരു എമൗണ്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ച് ബസ്സിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ എല്ലാവരും സാധാരണ മനുഷ്യരാണ്, ഇവിടെ പോലീസോ കുറ്റവാളിയോ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാത്തതുപോലെയാണ് എല്ലാവരും ബസ്സിൽ പോകുന്നത്. അപ്പോൾ നിക്സ് വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നീ വിശ്വസിക്കാതിരിക്കുകയാണോ മനുഷ്യരൊരിക്കലും മാറത്തില്ലാന്ന്? മനുഷ്യൻ മാറും, മനുഷ്യരൊരിക്കലും പരിണമിച്ചിട്ട് നല്ല രീതിയിൽ മാറിയിട്ടില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിവർഗങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ജീവി അത് മനുഷ്യൻ മാത്രമാണ്. ഇനി എത്ര പാവപ്പെട്ട ഒരുത്തനാണെങ്കിലും എത്ര നല്ലവനാണെങ്കിലും അവൻ്റെ കീഴിൽ ഒരുത്തനെ അടിമയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ഹീറോ പതിയെ മൈക്കിളിനെ ഇങ്ങനെ നോക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു എക്സ്പെരിമെന്റ് ഇപ്പോൾ ന്യൂസിലൂടെ ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു ഡോക്ടർ അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. പിന്നെ അതിനകത്ത് മരിച്ച ബെഞ്ചി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവൻ മരിച്ചത് എങ്ങനെയാണെന്ന് അതിനകത്തുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ. അവരായാലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആവശ്യമായിട്ടുള്ള പണം കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യം വിട്ട് അവൻ നേരെ ഇന്ത്യയിലേക്ക് ഹീറോയിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ഹീറോയിനെ വന്ന് കാണുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആദ്യം അവൾ എന്താണ് പറഞ്ഞത്, അവനൊരു പാവമായിട്ടുള്ള ഒരാളാണ്, നിന്റെ കൈ കാണുമ്പോൾ തന്നെ അറിയാമെന്നല്ലേ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവൻ അതിനകത്ത് അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് അവൾ അങ്ങനെ അവനെ നോക്കിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എത്ര സാധാരണ മനുഷ്യനായാലും അവനൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏത് രീതിയിൽ ക്രൂരനായിട്ടുള്ള ഒരാളായിട്ട് മാറും എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ അയാളുടെ കീഴിൽ അയാളെ അനുസരിക്കുന്ന രീതിയിൽ കുറച്ച് നാളൊന്ന് പെരുമാറി നോക്ക്, അപ്പോഴറിയാം അത്രയും പഞ്ചപാവമായിട്ടുള്ള ആ ഒരാൾ ഏത് ലെവലിൽ മാറുന്നു എന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ട, പിന്നീട് എന്തെങ്കിലും പണിയാവും. പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പിന്നെ അതും അവസാനിക്കും. അതുകൊണ്ട് ഈ ഒരു മൂവി കണ്ടു നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി, അത്രയും മാത്രം മതി. അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.